ഹായ് മക്കളെ, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജെ എക്സാമിനും അതേപോലെ നീറ്റ് എക്സാമിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന എക്സാംസിനൊക്കെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കൂടുതലായിട്ട് ചോദ്യം വരുന്നൊരു കൺസെപ്റ്റാണ് കളർ ഓഫ് ദി കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇത് ആക്ച്വലി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്നുള്ള ഭാഗത്തിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് വരുന്ന ടോപ്പിക്കാണ് എന്ത് കളർ ഓഫ് ദി കോർഡിനേഷൻ കോമ്പൗണ്ട്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് കളർ കാണിക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനൊരു ടൈറ്റാനിയം 3+ എടുത്തു. ടൈറ്റാനിയം എന്താ 3D2 4s2 ആണ്. അപ്പോൾ ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ അവിടുന്ന് 3 ഇലക്ട്രോൺ പോയി. അപ്പോൾ 3D2 4s2 3 ഇലക്ട്രോൺ പോയാൽ 3D1 ആണ് അല്ലേ. അപ്പോൾ 3D1ൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാനിവിടെ എഴുതി വെച്ചു. ഇത് T2G ആണ്, ഇത് EG ആണ്. T2Gയിൽ അവിടെ ഒരു ഇലക്ട്രോൺ നിൽക്കുന്നുണ്ട് അല്ലേ. ഇങ്ങോട്ട് ആര് വരുന്നു? ലൈറ്റ് വരുന്നു. ആ ലൈറ്റിന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. ആ എനർജി ആര് അബ്സോർബ് ചെയ്യും? ഇവിടുത്തെ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും. ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ മുകളിലോട്ട്, അതായത് T2Gയിൽ നിന്നും EGയിലോട്ട് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ എവിടെ എത്തി? നമ്മുടെ EGയിലെത്തി. ഇനി EGയിൽ നിൽക്കുന്ന ഇലക്ട്രോൺ കുറച്ചും കൂടി എനർജി കൂടുതലുള്ള ഇലക്ട്രോൺ അല്ലേ. മുകളിലോട്ട് പോകുമ്പോൾ എനർജി കൂടും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഹയർ എനർജി ലെവൽ ഇലക്ട്രോൺ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? തിരിച്ച് താഴോട്ട് തന്നെ എന്ത് ചെയ്യും? ഇറങ്ങി വരും. തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അയാൾ എന്താ ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഹയർ എനർജി ലെവലിൽ നിന്ന് തിരിച്ച് ലോവർ എനർജി ലെവലിലോട്ട് ഇറങ്ങി വരുമ്പം അയാൾ എന്ത് ചെയ്യും? അയാൾ എനർജി പുറത്തോട്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ആ പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന എനർജിക്ക് കറസ്പോണ്ടിങ് ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. ആ ഫ്രീക്വൻസി മാച്ചിങ് ആയിട്ടുള്ള കളറാണ് നമുക്ക് എന്ത് ചെയ്യുക? ആ കോമ്പൗണ്ടിൻ്റെതായിട്ട് കാണാൻ പറ്റുക. അപ്പം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്, മിക്ക കോർഡിനേഷൻ കോമ്പൗണ്ടിനും കളർ കാണിക്കാനുള്ള ഒരു റീസൺ ആണെന്ത്? ഈ ഒരു DD ട്രാൻസിഷൻ, T2Gയിൽ നിന്നും EGയിലോട്ടുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ മൂലമാണ് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യുന്നത്? കളർ കാണിക്കുന്നത്, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ. അതിനെ പറയുന്ന പേരാണെന്ത്? DD ട്രാൻസിഷൻ. അപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നറിയോ? ഫോർ എക്സാമ്പിൾ ഞാനൊരു ചോദ്യം കാണിച്ചു തരാം. ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ നല്ലപോലെ വരാറുണ്ട്. അതായത് 3 കോമ്പൗണ്ടോ 4 കോമ്പൗണ്ടുകളൊക്കെ തന്നിട്ട് അതിലേത് കോമ്പൗണ്ടാണ് ഏറ്റവും എനർജി ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഫ്രീക്വൻസി ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും വെയിൻ നമ്പർ ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. ആക്ച്വലി ആ 3 ചോദ്യം സെയിമാണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ട്. എന്ത്? എനർജി ഈക്വൽ ടു hν ഈക്വൽ ടു hc⁻. അതായത് എനർജിയും ഫ്രീക്വൻസിയും വേവ് നമ്പറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എനർജി കൂടുക മീൻസ് അതിൻ്റെ അർത്ഥം ഫ്രീക്വൻസി കൂടുക എന്ന് തന്നെ, അതിൻ്റെ അർത്ഥം വേവ് നമ്പർ കൂടുക എന്ന് തന്നെ. അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയണം. ഈ സ്ട്രെങ്ത് ഓഫ് ലിഗൻഡ് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് H2 ആണ് ഇതിൽ ഈ 3 കോംപ്ലക്സിൽ ഏറ്റവും വീക്ക് ലിഗൻഡ് ആരാണ്? H2 ആണ്. H2നേക്കാളും സ്ട്രോങ് ആണ് ആര്? NH3. NH3യേക്കാളും സ്ട്രോങ് ആണ് എന്ത്? EN. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗൻഡ് വരുമ്പം പെയറിങ് നടക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പെയറിങ് നടക്കാനുള്ള കാരണം എന്താ? ഈ T2G EGയും തമ്മിൽ എനർജി ഡിഫറൻസ് കൂടുതലാകുമ്പം 4ാമത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് മുകളിലോട്ട് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും എനർജി കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിച്ചൊരു കാര്യമാണെന്ത്? സ്ട്രെങ്ത് ഓഫ് ലിഗൻഡ് കൂടുമ്പം ഈ T2G EGയും തമ്മിൽ എനർജി ഡിഫറൻസ് കൂടും. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് കൂടിയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഹൈ എനർജിയിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹൈ വെയിൻ നമ്പറിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യുക? ഇതിൽ ഏറ്റവും സ്ട്രോങ് ലിഗൻഡ് EN. അതുകൊണ്ട് തന്നെ ഈ EN വരുമ്പോഴായിരിക്കും ഈ T2G EGയും തമ്മിൽ എനർജി ഡിഫറൻസ് ഏറ്റവും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ആ കേസിലായിരിക്കും ഇവിടുത്തെ ഇലക്ട്രോൺ മുകളിലെത്താൻ കൂടുതൽ എനർജിയിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുക. അതുകൊണ്ട് ഏറ്റവും എനർജി ലൈറ്റ് അബ്സോർബ് ചെയ്യൽ ആരായിരിക്കും? ഏറ്റവും സ്ട്രോങ് ലിഗൻഡ് ഉള്ള കോംപ്ലക്സ്, അതായത് A. പിന്നെ ആരായിരിക്കും? B ആയിരിക്കും. പിന്നെ ആരായിരിക്കും? C ആയിരിക്കും. അതായത് ആ സ്ട്രെങ്ത് ഓഫ് ലിഗൻഡ് ഓർഡറിൽ എഴുതി വെച്ചാൽ മതി. എനർജിയുടെ ഓർഡർ കിട്ടിയാൽ പിന്നെ ഫ്രീക്വൻസിയുടെ ഓർഡർ എളുപ്പമല്ലേ. ആ സെയിം ഓർഡർ തന്നെയാണ് A > B > C. ഇനി അതേപോലെ വേവ് നമ്പറിൻ്റെ ഓർഡർ ചോദിക്കുകയാണെങ്കിലോ അതും സെയിം ഓർഡർ തന്നെയാണ്. കാരണം എനർജി, ഫ്രീക്വൻസി, വേവ് നമ്പർ 3 ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് A > B > C. വേവ് ലെങ്ത് ആണെങ്കിലോ നിങ്ങൾക്ക് അറിയാം. എന്ത്? എനർജി ഈക്വൽ ടു hν ഈക്വൽ ടു hc⁻ ഈക്വൽ ടു hc/λ. അതായത് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് എക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വേണ്ടി വരിക അതിൻ്റെ നേരെ തിരിച്ചുള്ള ഓർഡർ എഴുതി വെച്ചാൽ മതി. സിക്കായിരിക്കും CBA. ഈ ഒരു കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ജെ എക്സാമിനും നീറ്റിനും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പേജിൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? അറിയിക്കുക. നല്ലപോലെ പഠിക്കുക. എക്സാം വരാനായിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു വീഡിയോ അടുത്ത സെക്ഷനിൽ ആയിട്ട് എന്ത് ചെയ്യാം? എടുക്കാം. അതുവരെ ബൈ.